ഹബ് മലയാളം പോഡ്കാസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹബ്ബ് എന്താണെന്നാണ്. ഹബ്ബ് എന്ന് പറയാൻ നേരത്ത് മൾട്ടിപ്പിളായിട്ടുള്ള ഡിവൈസസ്, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ, ഒരു ഓഫീസിലുള്ള കമ്പ്യൂട്ടറുകളെ കുറിച്ച് നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കാം. കുറേയധികം കമ്പ്യൂട്ടറുകളിലെ ഉള്ള ഡാറ്റകൾ നമുക്ക് പരസ്പരമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഹബ്ബ് യൂസ് ചെയ്യാം. ഇൻ്റർനെറ്റ് ഹബ്ബുകളെക്കുറിച്ച് നമ്മൾ മേജറായിട്ട് പറയുന്നത് നമ്മൾ മെയിൻലി നമുക്ക് ഭയങ്കരമായിട്ട് $multi-million കമ്പനീസായിട്ടുള്ള നമുക്കിപ്പോൾ ഗൂഗിള്, അവർക്ക് വലിയ വലിയ ഇൻ്റർനെറ്റ് ഹബ്ബുകളൊക്കെ ഉണ്ടാവും. പലതരത്തിൽ അവരുടെ ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. രണ്ട് തരത്തിലാണ് നമ്മൾ മെയിൻലി ഹബ്ബിനെ കാണുന്നത്. ഒന്ന് ഇൻ്റർനെറ്റ് ഹബ്ബ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് USB ഹബ്ബ് ഉണ്ട്. USB ഹബ്ബ് ഇത്തരത്തിൽ USB ഡിവൈസസ്, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടർ. അപ്പോൾ ഈ കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് കുറച്ചധികം ഡിവൈസസിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ USB ഹബ്ബ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്കിപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് USB പോർട്ട്സ് ഉണ്ടാവുന്നത്. നമുക്കിപ്പോൾ ഒരു ഗെയിമിംഗ് ഗാഡ്ജറ്റ്സ്, ഗെയിമിംഗ് കൺസോൾ, അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, നമ്മുടെ ടെക്സ്റ്റ്, ഇപ്പോൾ നമ്മുടെ ഒരു പ്രിൻ്റഡ് കോപ്പി നമുക്ക് എടുത്ത് സ്കാൻ ചെയ്യാനായിട്ടുള്ള അത്തരത്തിലുള്ള സ്കാനേഴ്സ്, പിന്നെ വെബ് ക്യാം, അങ്ങനെ കുറച്ചധികം ഗാഡ്ജറ്റ്സ് നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ടൊരു എളുപ്പമാർഗ്ഗമാണ് നമുക്കൊരു ഹബ്ബ് വെക്കുക എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു USB പോർട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിവൈസിനെ ഊരി മാറ്റിയിട്ട് മറ്റേതെങ്കിലും ഒരു ഡിവൈസ് കണക്ട് ചെയ്യേണ്ട സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം നമ്മൾ കുറേ അധികം ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഹബ്ബ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേമിലോട്ട് നമുക്ക് മേ ബി അത് യൂസ്ഫുൾ ആയിട്ട് വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് USB ഹബ്ബ് കുറച്ചുകൂടി നമുക്ക് പേഴ്സണലി നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കൂടുതലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എതർനെറ്റ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഹബ്ബ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത് കാണാറില്ല. നമുക്കതിന് പകരമായിട്ട് ഇപ്പോൾ കൂടുതൽ ആളുകളും വൈഫൈ മോഡംസ്, നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഡേ ടു ഡേ യൂസിൽ നമുക്ക് ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും വൈഫൈ കണക്ഷൻ ഡയറക്റ്റ്ലി ഉണ്ടാവും. അപ്പോൾ വൈഫൈ മോഡം വെച്ചുകൊണ്ട് നമുക്ക് ഇൻറ്റേർണലി നമുക്ക് കുറേയധികം നമുക്ക് ഡിവൈസുകളെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഒരു ഇൻ്റർനെറ്റ് ഹബ്ബ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിവൈസിൽ നിന്ന് അത് ഡാറ്റ കളക്ട് ചെയ്യും. ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഡാറ്റയെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് മറ്റ് ഡിവൈസുകളിലോട്ട് എത്തിക്കുകയാണ് ഒരു ഇൻ്റർനെറ്റ് ഹബ്ബ് അല്ലെങ്കിൽ ഒരു ഹബ്ബ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു ഡിവൈസ്. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അതിന് പലതരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് മറ്റൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കൂടുതലായിട്ട് ഹബ്ബ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നൊരു കാര്യമല്ല ഹബ്ബ്. നമ്മളിപ്പോൾ ഒരു ഓഫീസ് പേർപ്പസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി ആണ് നമ്മളത് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത് കാണുന്നത്. പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഹബ്ബ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് USB ഹബ്ബ് തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു ഡിവൈസ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിലാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് നമുക്ക് യൂട്യൂബിൽ നമുക്കിത് പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ സ്പോട്ടിഫൈയിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് വീഡിയോ പോഡ്കാസ്റ്റായിട്ട് കൂടി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിഫൈയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഏത് തന്നെയായാലും അതിൽ നമ്മളെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.